കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടീനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ലിസ എന്നാണ്. അവളിപ്പോൾ ഒരു എയർപോർട്ടിലാണ് നിൽക്കുന്നത്, അതും ഓസ്ട്രേലിയയിലെ എയർപോർട്ടിൽ. അവൾ ഈ രാജ്യത്തോട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. കൂടെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. ബോയ് ഫ്രണ്ടിന്റെ പേര് വെയ്ഡ് എന്നാണ്. അവൻ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. അവൻ ചെന്ന് ലിസ വിളിക്കുമ്പോൾ ലിസേനെ അവൻ വലുതായിട്ട് മൈൻഡ് ആക്കുന്നില്ല. മറ്റൊന്നുമല്ല, ലിസേന് അവൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അവൾ അത് റിജക്ട് ചെയ്തു. രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണ്. പക്ഷേ കല്യാണം കഴിക്കാനായിട്ടാണ് വെയ്ഡ് ലിസേനെ പ്രപ്പോസ് ചെയ്തത്, എന്നാൽ അവൾ അത് റിജക്ട് ചെയ്തു. എന്തായാലും ആ ഒരു വിഷമം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളോട് നല്ല രീതിയിൽ മിണ്ടുന്നില്ല. എന്തായാലും ലിസ അവന്റെ പിന്നാലെ അങ്ങനെ പോവാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒരു ടാക്സി വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കാറ് റെന്റിന് എടുക്കുകയാണ്. അങ്ങനെ ലിസയും അതുപോലെ തന്നെ വെയ്ഡും കൂടെ കാറിൽ വന്ന് കയറുകയാണ്. വെയ്ഡ് അവൾക്ക് കൊടുത്ത ആ ഒരു എൻഗേജ്മെന്റ് റിംഗ് ഇല്ലേ, ആ ഒരു റിംഗ് എടുത്ത് അവൻ കാറിനുള്ളിൽ വെക്കുന്നുണ്ട്. എന്തായാലും അവൾ അത് വാങ്ങിച്ചില്ലല്ലോ. പിന്നീട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ വെയ്ഡ് റോങ് സൈഡ് പോവാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഒരു കാറ് കയറി വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് തട്ടിയില്ല. എന്തായാലും വെയ്ഡിന്റെ ഉള്ളിൽ ആ ഒരു വിഷമം നല്ല രീതിയിൽ കിടപ്പുണ്ട്. അവൾ ഗേൾ ഫ്രണ്ട് ആയിട്ട് അവനെ റിജക്ട് ചെയ്തല്ലോ. കല്യാണം കഴിക്കാനായിട്ട് ലിസയ്ക്ക് താല്പര്യമില്ല. ഇതിനുശേഷം ഇവർ കാർ എടുത്ത് ഓരോ സ്ഥലത്തും പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. ലിസ ഇതിന്റെ ഇടയ്ക്ക് അവന്റെ പിണക്കം മാറ്റുന്നുണ്ട്. അവള് തൽക്കാലത്തേക്ക് റിജക്ട് ചെയ്തേ ഉള്ളൂ, അവനെ കല്യാണം കഴിക്കത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് നാളൂടെ പോയിട്ട് അത്യാവശ്യം സെറ്റിലായിട്ട് കല്യാണം കഴിക്കാന്നാണ് അവള് പറയുന്നത്. എന്തായാലും അവനും അവന്റെ പിണക്കമൊക്കെ മാറ്റാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരു ബീച്ചിൽ വരികയാണ്. ആ ബീച്ചിൽ ചെന്നിട്ട് രണ്ടുപേരും കൂടെ കടലിലോട്ട് ഇറങ്ങി നീന്തി കുളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ജെല്ലി ഫിഷ് വന്ന് വെയ്ഡിന്റെ കാലിൽ കടിക്കുന്നത്. അവൻ ഒരുപാട് വേദനിച്ച് പെട്ടെന്ന് തന്നെ കടലിൽ നിന്ന് പുറത്തോട്ട് കയറി വരികയാണ്. പിന്നാലെ ലിസയും കയറി വരുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ അവന്റെ കാലിൽ വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്, ജെല്ലി ഫിഷ് കടിച്ചത് കൊണ്ട് തന്നെ. എന്തായാലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല, നടക്കാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് ഉന്തി ഉന്തി നടക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അന്ന് രാത്രി ആവുന്ന നേരത്ത് ഇവർ രണ്ടുപേരും കൂടെ കാറിൽ വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇവരൊരു മലയുടെ മുകളിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1000 കിലോമീറ്റർ ഉണ്ട്. കാറുണ്ടല്ലോ, കാറിൽ പോകാനായിട്ട് പറ്റും. എന്തായാലും വെയ്ഡിന് ആ മലയിലോട്ട് പോകാനായിട്ട് വലിയ താല്പര്യമില്ല. പക്ഷെ ലിസയ്ക്ക് നല്ല താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അവനും പോകാൻ സമ്മതിക്കുകയാണ്. ഇതിനുശേഷം പിറ്റേ ദിവസം ആകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്തിട്ട് അങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെ പോയി കുറെ ദൂരം പോയിട്ട് ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തുന്നുണ്ട്. അവിടെ പെട്രോൾ അടിക്കാനായിട്ട് കയറുകയാണ്. അന്നേരമൊന്നും ഈ വീടിന് നന്നായിട്ട് നടക്കാൻ പറ്റുന്നില്ല. അവന് നല്ല രീതിയിൽ കാല് വേദനിക്കുന്നുണ്ട്. അതുപോലെ ലിസയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു സ്ട്രോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് അവൾ അത് വാങ്ങിച്ചത്. പിന്നെ ഒരു കന്നാസ് നിറച്ച് പെട്രോളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാറിൽ ഒഴിക്കാനായിട്ട്. പോകുന്ന വഴിക്ക് തീർന്നു പോയാലോ അപ്പോൾ ഒഴിക്കാനായിട്ട്. എന്തായാലും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ട് അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ലിസ അവന്റെ അടുത്ത് അടുക്കാനായിട്ട് വരുമ്പോൾ അവൻ അവളെ മൈൻഡ് ആക്കുന്നില്ല, മാറിപ്പോവാണ്. അവള് കല്യാണം റിജക്ട് ചെയ്തത് കൊണ്ട് തന്നെ അവന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ അവർ വീണ്ടും കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് റോഡിലൊന്നും ആരുമില്ല. അതുപോലെ തന്നെ ആ റോഡിലായിട്ട് ഒരു കങ്കാരു ചത്ത് കിടപ്പുണ്ട്. ഇതിനെ കണ്ടിട്ട് ലിസയ്ക്ക് പാവം തോന്നുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി വെയ്ഡിനോടും പറയുന്നുണ്ട്. പക്ഷെ അവൾ ഇരുന്ന് കഴിക്കുന്നതോ കങ്കാരുവിന്റെ ഇറച്ചി ഉണക്കിയതാണ്. എന്തായാലും വെയ്ഡിന് ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു ചിരിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആ മലയിലോട്ട് പോകാനുള്ള വഴി കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ പോയി ഒരു സ്ഥലം എത്തുമ്പോൾ വലത്തോട്ട് തിരിക്കാനായിട്ട് ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ വെയ്ഡ് അതുവഴി കാർ ഓടിച്ച് പോവാണ്. പക്ഷേ അത് വലിയ റോഡൊന്നും അല്ല, ടാറിട്ട റോഡല്ല, വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയ റോഡാണ്. ഇത് കാണുന്ന ലിസ അതുവഴി പോകണ്ട, നമ്മൾ ചിലപ്പോൾ ആ ഒരു മരുഭൂമിയിൽ പെട്ടുപോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പെട്രോൾ വല്ലതും തീരുവാണെങ്കിൽ അതിനുള്ളിൽ പെട്ടുപോകും, അതുകൊണ്ട് റോഡിലൂടെ പോയാൽ മതി എന്ന് പറയുമ്പോൾ വെയ്ഡ് പറയുന്നുണ്ട് മാപ്പ് ഈ വഴിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഇതുവഴി പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ലിസയുടെ വാക്കാവും മൈൻഡ് ചെയ്യാതെ അതുവഴി കാർ ഓടിച്ച് അങ്ങനെ പോവാണ്. അങ്ങനെ പോയി ഒരുപാട് ദൂരം പോകുന്നുണ്ട്. ലിസ ഇന്നേരം കൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോ വെയ്ഡ് വണ്ടി ഓടിച്ച് പോകുന്ന നേരത്ത് ഗൂഗിൾ മാപ്പ് റീറൂട്ട് ചെയ്യാണ്. അതായത് ഈ ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറി കളിക്കത്തില്ലേ, ഈ വഴി പോണ്ട അടുത്ത വഴി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഇവരുടെ റൂട്ട് മാറ്റി വിടുകയാണ്. അങ്ങനെ കുറെ വട്ടം റൂട്ട് മാറി കളിക്കുന്നുണ്ട്. വെയ്ഡിന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കാർ ഒരു സൈഡിൽ ഒതുക്കുകയാണ്. വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് ചുറ്റുഭാഗത്തോട്ട് നോക്കും, തിരിച്ച് റോഡിലോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അവൻ എങ്ങോട്ട് നോക്കിയിട്ടും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നീട് അവൻ കാറിൽ നിന്ന്, അതായത് കാറിന്റെ മുകളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു പാമ്പ് നിൽപ്പുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ പിന്നിലോട്ട് മാറുന്നുണ്ട്. ആ പാമ്പിനെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കുകയാണ്. അങ്ങനെ ആ പാമ്പ് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ ഓസ്ട്രേലിയയിൽ നല്ല വിഷപ്പാമ്പുകളുണ്ട്. അത് മരുഭൂമിയിൽ വസിക്കുന്ന വിഷപ്പാമ്പുകൾ. അതെങ്ങാനും കടിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ ചാവും. അത് വെയ്ഡിനും അറിയാം. അതുകൊണ്ട് കൂടുതൽ കളിക്കാനൊന്നും നിൽക്കുന്നില്ല അതിന്റെ അടുത്ത്. ഇന്നേരമായിരിക്കും ലിസ കൂടെ ഉറക്കത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അവൾ പുറത്തോട്ട് വരുമ്പോൾ വെയ്ഡ് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അവൾ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നേരത്തെ അവൾ പറഞ്ഞായിരുന്നു ഇതുവഴി വരണ്ടെന്ന്. പിന്നീട് അവൾക്ക് പാവം തോന്നിയിട്ട് അവനോട് കാര്യം പറയും. എടാ, ഞാൻ നിന്നോട് കല്യാണം കഴിക്കത്തില്ല അങ്ങനല്ല പറഞ്ഞത്, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം, എനിക്ക് നല്ലൊരു ജോലി വാങ്ങണം, നല്ല രീതിയിൽ ജീവിക്കണം. ഇപ്പോഴേ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയോ അല്ലെങ്കിൽ കുടുംബം ആയാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ റിജക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കല്യാണം റിജക്ട് ചെയ്തെന്നേ ഉള്ളൂ. രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണ്. എന്തായാലും ദൂരെയായിട്ടൊരു മല കാണുന്നുണ്ട്. ആ മലയുടെ മുകളിൽ പോയാൽ ഇവർക്ക് എങ്ങോട്ടാണ് റോഡെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വെയ്ഡ് അങ്ങോട്ട് പോകാന്ന് പറയുന്നുണ്ട്. പക്ഷേ കാറിലല്ല,
സൈക്കിളിലല്ല, രണ്ടുപേരും കൂടെ നടന്നിട്ടാണ് പോകാൻ പോകുന്നത്. കാരണം ഇനി കാർ അവിടെ വരെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടെ പെട്രോൾ തീർന്നു പോകും. ഇപ്പൊ കുറെ ദൂരം ഓടിയിട്ട് പെട്രോൾ തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർ അങ്ങനെ ഇട്ട് ഓടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ അവരുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ആ മലമുകളിലോട്ട് നടന്നു പോവാണ്. അങ്ങനെ അവർ നടന്ന് നടന്ന് സന്ധ്യാസമയമാവുന്നുണ്ട്. ഇപ്പൊ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും വീണ്ടും ഒരു മുകളിലോട്ട് അങ്ങനെ നടന്നു പോവാണ്. നടന്ന് നടന്ന് രാത്രിയാവുന്ന നേരത്ത് ഇവർ ആ മലയുടെ മുകളിൽ എത്തുന്നുണ്ട്. എന്നാൽ ആ മലയുടെ മുകളിൽ നിന്ന് ചുറ്റും നോക്കുമ്പോൾ മരുഭൂമി അല്ലാതെ അവർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുമല്ല നല്ല ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി അവർക്ക് തിരിച്ചു നടക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലിസ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ വീണ്ടും താഴോട്ട് നടക്കാണ്, കാറിന്റെ അടുത്തോട്ട് നടക്കാണ്. അങ്ങനെ നടക്കുമ്പോൾ ഇവർക്ക് ചുറ്റുമൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോകുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടെ സ്റ്റക്കായിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ വന്നങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും കുറെ നേരമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇവരുടെ കയ്യിൽ കുറച്ച് ഭക്ഷണം ഉള്ളായിരുന്നു, അത് തീർന്നു പോയി. എന്തോ മിഠായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ വീടിന് വയ്യാത്തത് കൊണ്ട് തന്നെ, അവൻ ഒരുപാട് നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ ലിസ അവളുടെ വെള്ളം കൊടുക്കാണ്. ഇത് കുടിച്ചോന്ന് പറഞ്ഞിട്ട് അവനും ആർത്തിയോടെ ആ വെള്ളം മൊത്തം കുടിക്കുകയാണ്. ഇനി ഈ രാത്രി നടന്നിട്ട് കാര്യമില്ല, എങ്ങോട്ട് പോയാലും വഴി തെറ്റുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ അവിടെ വിശ്രമിക്കുകയാണ്. അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ലിസയാണ് ആദ്യം എണീക്കുന്നത്. എണീറ്റ് ചുറ്റും നോക്കുമ്പോൾ മരുഭൂമി തന്നെയാണ്. ഒരേപോലെയാണ് എല്ലാ സ്ഥലവും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഇന്നാണ് മരുഭൂമിയിലെ ഇവരുടെ ആദ്യത്തെ ദിവസം, ഒന്നാം ദിവസം. എന്തായാലും ഇപ്പൊ വെയുടെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. അവൻ ഒട്ടും വയ്യ. അവന്റെ കാലില് നേരത്തെ ജെല്ലി ഫിഷ് കടിച്ചില്ലായിരുന്നോ, അത് കുറച്ചുകൂടെ അധികം വഷളായിട്ടുണ്ട്. അങ്ങനെ അവൻ പാന്റ് ഊരി നോക്കുമ്പോൾ അത് പഴുത്തിട്ടുണ്ട്. നല്ല വേദനയാണ്. എന്തായാലും നടന്നല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ പാന്റൊക്കെ വീണ്ടും എടുത്തിട്ടിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് നടന്നു തുടങ്ങുകയാണ്. അങ്ങനെ അവർ ഒരുപാട് ദൂരം നടന്നിട്ടും ഇവർ കാറിന്റെ അടുത്ത് എത്തുന്നില്ല. ലിസ പറയുന്നുണ്ട്, നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം, ഇങ്ങനെ നടന്നാൽ നമ്മൾ മരിച്ചു പോകുമെന്ന്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, നമ്മളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമെന്ന്. പക്ഷെ വീട് പറയുന്നുണ്ട്, ആരും വരത്തില്ല. നമ്മൾ എന്തായാലും നടന്ന് കാറിന്റെ അടുത്ത് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മരണപ്പെടും. ഇവിടെ തന്നെ ഒരുപാടധികം വിഷജീവികളുണ്ട്. അപ്പൊ നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് അവനെങ്ങനെ നടക്കാണ്. നടന്ന് നടന്ന് രാത്രിയായിട്ടും ഇവർ ഇതുവരെ എത്തിയിട്ടില്ല. രണ്ടുപേർക്കും ഇപ്പൊ ബോധമൊന്നുമില്ല. കാരണം കുടിക്കാനായിട്ട് വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്, എന്തായാലും രാത്രിയായി, ഇനി നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും കൂടെ ആ ഒരു കാട്ടിൽ തന്നെ കിടന്നുറങ്ങാണ്. ആ ഒരു മരുഭൂമിയിൽ, അതായത് കുറെ കുറ്റിക്കാടൊക്കെ ഇല്ലേ, ആ കുറ്റിക്കാട്ടിൽ തന്നെ രണ്ടുപേരും കൂടെ അന്ന് രാത്രി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നേരത്തായിരിക്കും തേളില്ലേ, അതായത് സ്കോർപ്പിയോൺ, ആ ഒരു സാധനം നടന്ന് നടന്ന് നമ്മുടെ വീടിന്റെ ദേഹത്ത് കയറുന്നുണ്ട്. ഇതെന്ന് പറയാൻ നല്ല വിഷമുള്ള സാധനമാണ് കേട്ടോ. പക്ഷെ വീടിനെ അത് കടിക്കുന്നില്ല. പകരം നമ്മുടെ ലിസയുടെ ഡ്രസ്സിന്റെ അകത്തോട്ട് കയറി പോവാണ്. അവിടെ വെച്ച് അവളെ കടിക്കുന്നുണ്ട് അത്. അങ്ങനെ പിറ്റേ ദിവസമാണ്. ഇന്നാണ് രണ്ടാമത്തെ ദിവസം. ഒരു മരുഭൂമിയിൽ പെട്ടുപോയിട്ടുള്ള രണ്ടാമത്തെ ദിവസം. കുടിക്കാനായിട്ട് വെള്ളമില്ല, കഴിക്കാനായിട്ട് ഭക്ഷണമില്ല. എന്തായാലും ആദ്യം തന്നെ വീടാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അവൻ എണീറ്റിട്ട് ലിസേനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവള് കണ്ണ് തുറക്കുന്നില്ല. അവൾക്ക് എന്താ പറ്റിയെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം അത് തേള് കടിച്ചതാണെന്നുള്ള കാര്യം. നിങ്ങളുടെ നാട്ടിൽ തേളെന്ന് തന്നെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ തേളെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ജീവി എന്താന്ന് മനസ്സിലായല്ലോ, നമ്മുടെ സ്കോർപ്പിയോൺ ആണ് കേട്ടോ. എന്തായാലും കഥയിലോട്ട് തിരിച്ചു പോണതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഗൈസ്, അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ബാ നമുക്ക് കഥയിലോട്ട് പോകാന്നാ. പിന്നെ ഇപ്പൊ വീടിന് അവൾക്ക് ബോധമില്ലാന്ന് മനസ്സിലായി. എന്തായാലും ഇവിടെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവളെ എടുത്തിട്ട് നടക്കാനായിട്ട് തുടങ്ങും. പക്ഷെ എത്ര ദൂരം എന്ന് വെച്ചാൽ നടക്കാൻ പറ്റുക? ഒരുപാട് ദൂരം അവൻ കൊണ്ടുപോയിട്ട് കുറച്ചു നേരം അവളെ താഴെ ഇറക്കുന്നുണ്ട്. വീണ്ടും അങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ പോയി പോയി അവൻ ക്ഷീണിച്ചിട്ട് അവളെ ഒരു സ്ഥലത്ത് ഇറക്കുകയാണ്. ഇപ്പോഴും അവൾക്ക് ബോധം വന്നിട്ടില്ല. എന്തായാലും രണ്ടുപേരും കൂടെ അവിടെ കിടക്കുമ്പോഴായിരിക്കും വീട് ആകാശത്ത് നോക്കുമ്പോൾ ഒരു എയറോപ്ലെയിൻ പറന്നു പോകുന്നത്. ഇത് കണ്ടിട്ട് അവൻ ചാടി എണീറ്റ് അതിനെ വിളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എങ്ങനെ കാണാനാണ്, ആ പ്ലെയിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഇപ്പൊ വീടിന് മനസ്സിലായി ഇതുവഴി വിമാനങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് കുറെ അധികം കല്ലുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുറെ പാറകളും കല്ലുകളും അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ട് അവൻ SOS എന്ന് എഴുതി വെക്കുകയാണ്. മുകളിലൂടെ ആരെങ്കിലും പോവാണെങ്കിൽ ഇത് കാണുമ്പോൾ അവർ മനസ്സിലാക്കും താഴെ ആരൊക്കെയോ പെട്ട് കിടപ്പുണ്ടെന്ന്. അങ്ങനെ അതൊക്കെ എഴുതി വെച്ചിട്ട് അവൻ ഒരുപാട് ക്ഷീണിച്ച് പോവാണ്. അവന്റെ കണ്ണിലെല്ലാം കുഴി വീണിട്ടുണ്ട്. കാരണം വെള്ളമില്ല. വെള്ളമില്ലെങ്കിലും മനുഷ്യന് ജീവനോടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ രക്ഷപ്പെട്ടല്ലേ പറ്റൂ. ഇപ്പൊ വീട് ലിസേൻ അവിടെ കിടത്തിയിട്ട് താഴ്ന്ന് വലിയൊരു കമ്പ് എടുക്കുന്നുണ്ട്. ആ കമ്പ് എടുത്തിട്ട് താഴെ ഉരച്ചൊരച്ച് അവൻ നടന്നു പോവാണ്. കാരണം ഇനി വഴി തെറ്റിപ്പോയാൽ ആ ഒരു വര നോക്കിയിട്ട് തിരിച്ചു വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പ് എടുത്തിട്ട് അവൻ മുമ്പോട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലിസയ്ക്ക് ബോധം വന്നിട്ടുണ്ട് കേട്ടോ. ലിസയ്ക്ക് മറ്റേ ആ ഒരു സ്കോർപ്പിയോൺ കടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ബോധം പോയതാണ്. അവൾ മരണപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അവൾക്ക് ബോധം വന്ന് നോക്കുമ്പോൾ വീടിനെ കാണാനില്ല. അവൾ വിളിച്ചു നോക്കിയിട്ട് അവൻ വിളി കേൾക്കുന്നില്ല. അവൻ ഒരുപാട് ദൂരം മുമ്പോട്ട് പോയിട്ടുണ്ട്. എന്തായാലും അവൾ അവളുടെ കഴുത്തിൽ നോക്കുമ്പോൾ ആ ഒരു ജീവി കടിച്ചതിന്റെ പാടുണ്ട്. നല്ല വേദനയുണ്ട്. എന്തായാലും അവൾ നല്ല ക്ഷീണിച്ചിട്ട് അവിടെ കിടക്കാണ്. ഇതേ നേരം തന്നെ വീട് നടന്ന് നടന്ന് ഇവർ കഴിഞ്ഞ രാത്രി ഒരു സ്ഥലത്ത് കിടന്നില്ലായിരുന്നോ, ആ ഒരു സ്ഥലത്ത് വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ലിസ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബാഗിൽ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് എടുക്കാനായിട്ടാണ് അവൻ ഇവിടെ വരെ വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവന് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഈ മൂത്രം പാഴാക്കുന്നത്? അവരുടെ ആണെങ്കിൽ വെള്ളമില്ല. അപ്പൊ ഈ മൂത്രം കുടിക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ ആ ബാഗ്
കണ്ടുപിടിച്ച് അതിൽ നിന്ന് ബോട്ടിലെടുത്ത് അതിനകത്ത് മൂത്രം ഒഴിക്കുകയാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ബോട്ടിലുള്ള മൂത്രം അവൻ കുടിക്കുകയാണ്. ആദ്യമൊക്കെ അവൻ അറപ്പ് തോന്നിയെങ്കിലും പിന്നീട് ദാഹിച്ചിട്ട് ഒരുപാട് ക്ഷീണിച്ചിട്ട് അത് കുടിക്കുകയാണ്. പിന്നീട് അവൻ അവിടെ നിന്ന് നടന്നു തുടങ്ങുകയാണ് തിരിച്ച് ലിസ എടുത്ത് പോകാനായിട്ട്. ഇതേ നേരം തന്നെ ലിസ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റും കുറേയധികം നായ്ക്കളുടെ ശബ്ദം കേൾക്കുകയാണ്. ഇത് കേട്ട് പേടിച്ചിട്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. ആ നായ്ക്കളൊന്നും അവൾ ആക്രമിച്ചാലോ ആ പേടിയിലാണ് അവൾ ഓടാനായിട്ട് തുടങ്ങിയത്. എന്തായാലും രാത്രിയാവുന്ന നേരത്ത് നമ്മുടെ വീട് ഒരു കമ്പെടുത്ത് വരച്ചു പോയില്ലായിരുന്നോ? ആ ഒരു വര നോക്കി ലിസ കിടക്കുന്നിടത്ത് തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ലിസേനെ കാണാനില്ല. അവനാകെ ടെൻഷനായിട്ട് ലിസ ലിസ എന്ന് വിളിച്ചു നോക്കും. എന്നാലും അവൾ വിളി കേൾക്കുന്നില്ല. ഇതേ നേരം തന്നെ ലിസയും ആ ഒരു മരുഭൂമിയിൽ എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ലിസയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് അവിടെ ബോധം കെട്ട് വീഴാണ്. അതേപോലെ വീടും അവളെ അന്വേഷിച്ച് ഒരുപാട് നടക്കുന്നുണ്ട്. അവസാനം അവനും ക്ഷീണിച്ച് താഴെ വീഴുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം ആവുമ്പോൾ തന്നെ ലിസ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. ചുറ്റും നോക്കുമ്പോൾ അവിടെ കുറെ ചെടികളൊക്കെ നിപ്പുണ്ട്. ആ ചെടികളിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തുള്ളികളൊക്കെ അവള് എടുക്കുകയാണ്. അതായത് അവള് വാ വെച്ച് കുടിക്കുന്നുണ്ട്. ഇത്തിരിയേ ഉള്ളൂ, അത് കുടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീടും ഈ നേരം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അവനും ദാഹം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവന്റെ ബോട്ടിലുള്ള മൂത്രം അവൻ കുടിക്കുകയാണ്. പിന്നീട് വീട് ആ യൂറിനൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് നടക്കാനായിട്ട് തുടങ്ങും നമ്മുടെ ലിസേനെ തേടിയിട്ട്. എന്നാൽ നടന്ന് കാറ് കിടക്കുന്ന സ്ഥലത്ത് വരികയാണ്. അവന് കാറ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാറിന്റെ അടുത്ത് ഓടിച്ചെന്ന് കാറിൽ കയറുകയാണ്. അതിനുള്ളിൽ വെള്ളം വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഒന്നുമില്ല. എന്തായാലും ഇപ്പൊ അവൻ കാറിന്റെ ചാവി നോക്കുന്നുണ്ട്. ആ ചാവി വണ്ടിയുടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ആ ഒരു ചാവി എടുത്തിട്ട് അവൻ കാറ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ വണ്ടിയിൽ ബാറ്ററി തീർന്നിട്ടുണ്ട്. ഇപ്പൊ കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവര് കാർ ഇവിടെ ഇട്ടിട്ട് പോയപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് ഇട്ടത് കൊണ്ട് തന്നെ ബാറ്ററി ഇറങ്ങിപ്പോയി. ഇനി എന്തായാലും കാർ സ്റ്റാർട്ടാക്കി എടുക്കാൻ പറ്റൂല. മറ്റേ മാനുവൽ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിയെങ്കിലും സ്റ്റാർട്ടാക്കായിരുന്നു. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആണ്, തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ദേഷ്യം കാരണം അവൻ സ്റ്റിയറിംഗിലേക്ക് ഇട്ട് അടിക്കുകയാണ്. അതുപോലെ കുറച്ചു നേരം അവൻ കാറിൽ ഇരിക്കുമ്പോൾ കാറിനുള്ളിൽ നിന്ന് അവനൊരു ലൈറ്ററും അതുപോലെ തന്നെ ലിസ കഥയുടെ തുടക്കത്തിൽ ആദ്യം വാങ്ങിച്ച ആ ഒരു സ്ട്രോയില് അതും കിട്ടുന്നുണ്ട്. എന്തായാലും അവൻ ഇപ്പൊ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബോണറ്റ് തുറക്കുന്നുണ്ട്. കാരണം ബോണറ്റിനുള്ളിൽ വെള്ളം കാണും. ആദ്യം തന്നെ അവൻ റേഡിയേറ്റർ തുറന്നിട്ട് അതിനുള്ളിലുള്ള വെള്ളം കുടിക്കാനായിട്ട് നോക്കും. പക്ഷെ അത് കുടിക്കാനായിട്ട് പറ്റത്തില്ല. അതിനകത്ത് കൂളന്റ് ആണ്. പിന്നുള്ള ഒരേ ഒരു മാർഗം വൈപ്പർ ഫ്ലൂയിഡ് ആണ്. വൈപ്പർ ഫ്ലൂയിഡിന്റെ ആ ഒരു ബോട്ടിൽ തുറന്നിട്ട് അത് കുടിക്കാനായിട്ട് നോക്കുമ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ലിസ വാങ്ങിച്ചു വെച്ച ആ ഒരു സ്ട്രോ എടുത്തിട്ട് അവൻ വലിച്ചു കുടിക്കുന്നുണ്ട്. ഈ വൈപ്പർ ഫ്ലൂയിഡ് ഒന്നും കുടിക്കാൻ പറ്റത്തില്ല, കിഡ്നി ഫെയിൽ ആയി പോകും. എന്തായാലും അത് കുടിക്കുമ്പോൾ ദാഹം കാരണം അത് കുടിക്കുമ്പോൾ അവൻ ഓക്കാനിക്കാനൊക്കെ വരുന്നുണ്ട്. ഓക്കാനിച്ച് കളയുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അങ്ങനെ കുടിച്ച് അവന്റെ ദാഹം മാറ്റുകയാണ്. ഇതിനുശേഷം അവൻ ആ കമ്പും എടുത്തിട്ട് വീണ്ടും ഉരച്ചുരച്ച് നടക്കാനായിട്ട് തുടങ്ങുകയാണ്. കാർ കണ്ടുപിടിച്ചല്ലോ, ഇനി ഈ വര നോക്കി തിരിച്ചു വന്നാൽ മാത്രം മതി. എന്തായാലും ഇതേ നേരം തന്നെ, അതായത് രാത്രി സമയമായിട്ടുണ്ട്. ഇപ്പൊ ലിസ ഒരു സ്ഥലത്തിരുന്നിട്ട് അവളുടെ കയ്യിലുള്ള ഫോൺ എടുക്കുന്നുണ്ട്. ആ ഫോണിൽ അവൾ വീഡിയോ എടുക്കുകയാണ്. ഈ ഫോൺ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ജീവനോടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നിങ്ങളിപ്പോ ചിന്തിക്കും ഫോൺ ഉണ്ടെങ്കിൽ എന്താ പുറത്തോട്ട് വിളിക്കാത്തതെന്ന്. കാരണം ഫോണിൽ സിഗ്നൽ ഇല്ല, അത് വെച്ച് വിളിക്കാനായിട്ട് പറ്റത്തില്ല. സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടാണല്ലോ മാപ്പ് റീറൂട്ട് ചെയ്തത്. എന്തായാലും വീടിനെ കാണിക്കുമ്പോൾ അവൻ രാത്രി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ലിസേനെ തേടിയിട്ട്. എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവന് വയ്യാതാകുന്നുണ്ട്. അവൻ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്രമിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നുള്ള കുറേയധികം കാടൊക്കെ കൂട്ടിയിട്ട് അവന്റെ കയ്യിലുള്ള ലൈറ്റർ വെച്ച് അവൻ അത് കത്തിക്കുന്നുണ്ട്. കാറിൽ നിന്ന് നേരത്തെ ഒരു ലൈറ്റർ കിട്ടിയില്ലേ, ആ ലൈറ്റർ തന്നെ. അങ്ങനെ തീയൊക്കെ കൂട്ടിയിട്ട് അവനവിടെ കിടക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ ചുമക്കുന്നുണ്ട്. അവന് വയ്യ. ചിലപ്പോൾ നേരത്തെ ആ ഒരു വൈപ്പർ ഫ്ലൂയിഡ് കുടിച്ചിട്ടാവാം ഇങ്ങനെ വയ്യാതായത്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ലിസ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ചുറ്റുമുള്ള ചെടിയിൽ നിന്നൊക്കെ അവൾക്ക് പറ്റുന്നത് പോലെ വെള്ളം സംഘടിപ്പിച്ച് കുടിയാണ്. കുറച്ച് തുള്ളികളേ ഉള്ളൂ, എന്നാലും ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇതേ നേരം തന്നെ വീട് ക്ഷീണിച്ചൊരു സ്ഥലത്ത് കിടക്കാണ്. അവൻ ഒട്ടും വയ്യ, നല്ല രീതിയിൽ വയറ് വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന് മൂത്രമൊഴിക്കാൻ വിട്ടിട്ട് അവന്റെ കയ്യിലുള്ള ബോട്ടിലില്ലേ അതിനകത്ത് അവൻ മൂത്രമൊഴിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ മൂത്രം തന്നെ അവൻ കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, കുടിക്കുന്നുണ്ട്. അതുപോലെ അവൻ ചുമക്കുകയാണ്. നല്ല രീതിയിൽ ചുമച്ച് അവന്റെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ലിസയാണെങ്കിൽ വീടിനെ തേടി അങ്ങനെ നടക്കുന്ന നേരത്ത് അവൾക്ക് ആ ഒരു വരകൾ കാണാം. പക്ഷെ രണ്ട് സൈഡിലോട്ടും വര പോയിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ അവൾക്ക് തോന്നിയ വഴിയിലൂടെ അവൾ നടക്കാണ്. ആ വരയുടെ പിന്നാലെ ഫോളോ ചെയ്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വീട് കിടപ്പുണ്ട്. ഇത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവനൊട്ടും വയ്യ. എന്തായാലും അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു ബോട്ടിൽ യൂറിനില്ലേ അതെടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. നീ ഇത് കുടിക്കണം, എന്തായാലും നിനക്ക് വെള്ളമില്ലാതെ ജീവനോട് ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ കാർ സ്റ്റാർട്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ ലൈറ്റ് അറിയാതെ ഓൺ ആക്കിയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ കരയാണ്. അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. സാരമില്ല, ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അവൻ വയ്യാതെ കിടക്കുമ്പോഴായിരിക്കും അവൾക്ക് അവനോട് പാവം തോന്നുന്നത്. എടാ, ഞാൻ നിന്നെ കെട്ടണമെന്ന് തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ സമയമായില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ നിന്നെ എന്തായാലും കെട്ടിയനെ. എന്നോട് ക്ഷമിക്കടാന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ ആ കാറിനകത്ത് ഒരു റിങ് വെച്ചിട്ടുണ്ട്, ആ റിങ് നീ പോയി എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അവളും സമ്മതിക്കുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞതും അവൻ നല്ല രീതിയിൽ ചുമക്കാനായിട്ട് തുടങ്ങുകയാണ്. അവന്റെ വായിൽ നിന്ന് ഒരുപാട് രക്തം വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവൻ മരണപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് ലിസയ്ക്ക് സഹിക്കാൻ പറ്റാതെ അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ
അങ്ങനെ കിടക്കാണ്. കുറെ നേരം പോയിട്ട് രാത്രിയാവുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോയിട്ട് പിറ്റേ ദിവസം ആവുകയാണ്. ഇന്നേക്ക് 6ാമത്തെ ദിവസമാണ് കേട്ടോ. എന്തായാലും ഇപ്പൊ ലിസ വിട്ടുകൊടുക്കാതെ അവിടെ കിടക്കുന്ന ആ ഒരു ബോട്ടിൽ യൂറിനും എടുത്തിട്ട് മുമ്പോട്ട് നടന്നു തുടങ്ങും. അവളുടെ മുഖമൊക്കെ കണ്ടോ, തൊലിയെല്ലാം ചുളുങ്ങിയിട്ടുണ്ട്, കണ്ണെല്ലാം അകത്തോട്ട് കുഴിഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. എന്തായാലും ഒരുപാട് ദൂരം നടക്കുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ക്ഷീണിച്ച് വീണിട്ട് അവൾ ആ ഒരു മൂത്രം തന്നെ എടുത്ത് കുടിക്കുകയാണ്. ആദ്യമൊക്കെ കുറെ അധികം അറച്ചെങ്കിലും പിന്നീട് അവളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് അത് കുടിക്കുന്നത്. എന്നിട്ട് അവൾ വീണ്ടും അവിടെ നിന്ന് ഇടഞ്ഞിടഞ്ഞ് നടന്നു തുടങ്ങുകയാണ്. അവളെ കൊണ്ട് പറ്റുന്നത് പോലെ നടക്കാണ്. ഒരുപാടധികം ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൾക്ക് കാറ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കാറിനുള്ളിലോട്ട് ഓടി കയറുകയാണ്. അങ്ങനെ കാറിനുള്ളിൽ കയറിയതും അവൾ ആദ്യം തന്നെ ആ ഒരു വെഡിങ് റിംഗ് എടുക്കുകയാണ്. ആ ഒരു ബോക്സ് അതെടുത്തതും കാറിനുള്ളിൽ നിന്നൊരു പാമ്പ് അവളുടെ ദേഹത്ത് കയറി ചുറ്റുന്നുണ്ട്. കാറ് തുറന്നിട്ട സമയത്ത് എപ്പോഴോ കയറിയതായിരുന്നു. എന്തായാലും ആ പാമ്പ് അവളുടെ ദേഹത്ത് അങ്ങനെ ചുറ്റുമ്പോൾ അവൾ അനങ്ങാ പാറയെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അവൾ അനങ്ങുന്നില്ല. അവൾക്കറിയാം അനങ്ങിയാൽ ആ പാമ്പ് കൊത്തിയാൽ ആ പാമ്പിന്റെ വിഷം ഇറങ്ങിയാൽ അവൾ ആ സ്പോട്ടിൽ തീരും. അത്രയും വിഷമുള്ള പാമ്പാണത്. എന്തായാലും കുറച്ചു നേരം അനങ്ങാതിരുന്നെങ്കിലും അവൾ ആ പാമ്പിനോട് പറയും, എനിക്ക് നീയായിട്ട് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല, നിനക്ക് നിന്റെ വഴിക്ക് പോവാം, എനിക്ക് എന്റെ വഴിക്ക് പോവാം. ഇതും പറഞ്ഞിട്ട് അവൾ കാറിൽ നിന്ന് പുറത്തോട്ട് വീഴുകയാണ്. ആ പാമ്പ് അകത്തും വീഴുന്നുണ്ട്. എന്തായാലും അവൾക്ക് കൊത്ത് കിട്ടിയിട്ടില്ല. അവൾ പെട്ടെന്ന് തന്നെ ആ ഡോറും അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പ് പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ഇപ്പൊ അവൾ ആ വെഡിങ് റിംഗ് എടുത്ത് അവളുടെ കയ്യിൽ ഇടുന്നുണ്ട്. അതിട്ടിട്ട് ആ വെഡിങ് റിംഗ് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. കുറെ സമയം കടന്നു പോകുമ്പോൾ രാത്രിയാവുന്നുണ്ട്. അന്ന് രാത്രി അവളുടെ ആ ഒരു ഫോൺ എടുക്കുന്നുണ്ട്. ആ ഫോൺ എടുത്തിട്ട് ഓരോ വീഡിയോയും അതുപോലെ തന്നെ ഓരോ ഫോട്ടോയും നോക്കുന്നുണ്ട്. അതെല്ലാം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകളാണ്. എന്തായാലും അതിൽ വേറൊരു വീഡിയോ ഉണ്ട്. ലിസ അവളുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ. ഇവർ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീട് ലിസനെ പ്ലെയിനിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾ അത് റിജക്ട് ചെയ്തു. അപ്പൊ അവൾ റിജക്ട് ചെയ്തത് തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ അമ്മയോട്, മരിച്ചുപോയ അമ്മയോട് ഒരു വീഡിയോ പറയുന്നത് പോലെ അല്ലെങ്കിൽ അമ്മയോട് പറയുന്നത് പോലെ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പൊ അവൾക്കും കുറ്റബോധം ഉണ്ടായിരുന്നു അവനെ റിജക്ട് ചെയ്തത് കൊണ്ട് തന്നെ. എന്തായാലും ഇപ്പൊ ഇതും കണ്ടിട്ട് അവൾ സങ്കടപ്പെടുകയാണ്. ഇപ്പൊ അവൾക്ക് അവനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. എന്തായാലും അവൻ മരിച്ചു പോയല്ലോ, ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അവളെ ക്ഷീണിച്ച് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. എന്തായാലും ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ അവൾ മരണപ്പെടും. എണീറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ ഒരാൾ വണ്ടിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ലിസേനെ കണ്ടതും വണ്ടി നിർത്തി പുറത്തോട്ട് ഇറങ്ങി വന്ന് അവരുടെ കയ്യിലുള്ള വെള്ളത്തിന്റെ ബോട്ടിൽ അവളുടെ വായിലോട്ട് ഉറ്റി കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം അവൾ കുടിക്കുന്നുണ്ട്. ഇപ്പൊ അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. അവൾക്ക് ബോധം വന്ന് മുമ്പിൽ നോക്കുമ്പോൾ അത് വീടാണ്. പക്ഷെ വീണ്ടും കണ്ണടച്ച് തുറന്നു നോക്കുമ്പോൾ അത് വീടല്ല, ഏതോ ഒരു സ്ത്രീയാണ്. അവര് ലിസയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ലിസേനെ പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെ എന്തായാലും ലിസ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് എന്തൊക്കെയാ നടന്നെന്ന് അറിയണ്ടേ. നമ്മുടെ വീട് മരണപ്പെട്ടു പോയി. അവനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് അവൻ മരണപ്പെട്ടു പോയത്. കിഡ്നി ഫെയിലിയറിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ ഒരു വൈപ്പർ ഫ്ലൂയിഡ് കുടിച്ചത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ലിസ ഇപ്പം മാസങ്ങൾക്ക് ശേഷം നഴ്സ് ആവാനായിട്ട് പഠിക്കുകയാണ്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.